The program named Uyirpu, the arising of landslide victims of students who are studying higher education sector within India and outside India, is now going to be announced by our Honorable MP, Priyanka Gandhi. Prayer. Stepsy Maria Vinu, Teresa Maria Shiju, രണ്ട് കുട്ടികളെയും ക്ഷണിക്കുക. हमको मन की शक्ति देना, मन विजय करे, दूसरों की जय से पहले खुद को जय करे. हमको मन की शक्ति देना, भेदभाव अपने दिल से साफ कर सके, दूसरों से भूल हो तो माफ कर सके, झूठ से बचे रहे, सज कदम भरे, दूसरों की जय से पहले खुद को जय करे. हमको मन की शक्ति देना, मुश्किलें पड़े तो हम पे इतना कर्म कर, साथ दे तो धर्म का, चले तो धर्म पर, गोद पे हौसला रहे, बदी से ना डरे, दूसरों की जय से पहले खुद को जय करे. हमको मन की शक्ति देना. ഒരു ബൊക്ക കൊടുക്കാൻ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നത് കൽപ്പറ്റ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ TJ ഐസക്. പട്ടാമ്പി കാതർക്ക, ചന്ദ്രിക കൃഷ്ണൻ. മഹനീയമായ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകയും ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലോഞ്ചിങ്ങിൻ്റെ ഉദ്ഘാടകയുമായ ഏറെ ബഹുമാന്യായ നമ്മുടെ പ്രിയങ്കരിയായ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി, അധ്യക്ഷവേദിയിലെ ഏറ്റവും ബഹുമാന്യരെ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അത് അതിജീവിച്ചു വന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, മനുഷ്യ സ്നേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ
ഏറ്റവും വലിയ ഉദാത്ത മാതൃകയായി ഈ വിദ്യാഭ്യാസ പദ്ധതി മാറുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട, ഒന്നുറങ്ങി എണീക്കുമ്പോഴേക്കും ജീവിതം ഒന്നുമല്ലാതായി തീർന്ന നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമായി മാറിയത് സന്നദ്ധ സേവനവും സന്നദ്ധ സേവന രംഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളുമാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പഠനം മുടങ്ങുക എന്നത് അവന് ജീവിതത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഒരു ചുവട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല. വിദ്യാഭ്യാസം ആരേറ്റെടുക്കും? ഗവൺമെൻറ് ഈ മേഖലയിലേക്ക് പൂർണ്ണമായും ആ മേഖലയിൽ ഇവരുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കാത്ത ഒരു സാഹചര്യത്തിലാണ് 134 വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസം മലബാർ ഗോൾഡുമായി ചേർന്നുകൊണ്ട് 2 കോടി രൂപ ചെലവിൽ ഈ വിദ്യാഭ്യാസ പദ്ധതി MLA കെയർ ഉൾപ്പെടെ MLAയുടെ സ്പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതി ഇന്ന് ഇവിടെ ആവിഷ്കരിച്ച് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. MLA ഇതിനെ പേരിട്ടിരിക്കുന്നത് ഉയർപ്പ് എന്നാണ്. ഉയർപ്പ് 100% ആ പേര് അന്വർത്ഥമാണ്. മലയാളത്തിൽ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ റീബർത്ത് ഓർ ദി റിസറക്ഷൻ ഓഫ് ജീസസ്. The resurrection of Jesus Christ is central tenet of Christianity. It is the belief that Jesus rose from the dead 3 days after his crucifixion. ക്രൂശ് മരണത്തിന് ശേഷം 3 ദിവസം കഴിഞ്ഞ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ, അവരൊരു ഉയർത്തെഴുന്നേൽപ്പാണ് ഈ വിദ്യാഭ്യാസ പദ്ധതി. 134 കുട്ടികൾക്ക് ഇത്തരത്തിലൊരു വിദ്യാഭ്യാസത്തിന് അവസരം കിട്ടുക എന്നത് അതിനപ്പുറമായി അവർക്ക് ജീവിതത്തിലൊന്നുമില്ല. ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഷുഡ് ഹാവ് അഡ്രസ് ദിസ് ഇഷ്യൂ ബട്ട് നോട്ട് ടേൺ ടു ദിസ് സൈഡ്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഇന്ന് സിദ്ദിഖ് MLAയുടെ നേതൃത്വത്തിൽ ഈ പദ്ധതി ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ ചടങ്ങ് ഔപചാരികമായി നമുക്കറിയാം, നമ്മുടെ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം നമ്മുടെ ഇവിടെയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ആൻഡ് ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്രിവിലേജ് ആൻഡ് ഓണർ ഫോർ അസ് ദാറ്റ് പ്രിയങ്ക ജി ഈസ് വിത്ത് അസ് ടു ഇനാഗുറേറ്റ് ദിസ് ഗ്രേറ്റ് ഫംഗ്ഷൻ. വിത്ത് ഇമ്മൻസ് പ്ലഷർ I would like to extend my cordial welcome to Srimati Priyanka Gandhi MP. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ MLA അഡ്വക്കേറ്റ് ടി സിദ്ദിഖാണ്. ഇതിൻ്റെ എല്ലാം പൂർണ്ണമായും മുണ്ടക്കൈ ദുരന്തമുണ്ടായ അന്നു മുതൽ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വിദ്യാഭ്യാസ മേഖലയിൽ 129 കുട്ടികൾ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട്. 134 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. നീറ്റ് ആ ഒരു പരീക്ഷാ സെൻറ്റർ ഇവിടെ ഉണ്ടായിരുന്നില്ല. നെറ്റ് പരീക്ഷാ സെൻറ്റർ വയനാട്ടിൽ ഉണ്ടായിരുന്നില്ല. NMMS സ്കോളർഷിപ്പ്, ആ സ്കോളർഷിപ്പിലൂടെ 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് ദേശീയ സ്കോളർഷിപ്പിന് അർഹരായി മാറി. ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെയും മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസത്തിൻ്റെ ഒക്കെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പൊതുപ്രവർത്തനം എങ്ങനെയായിരിക്കണം, ഒരു MLA എങ്ങനെയായിരിക്കണമെന്ന് ഉദാത്ത മാതൃകയായി മാറിയ നമ്മുടെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് ടി സിദ്ദിഖിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന നമ്മുടെ മുണ്ടക്കൈ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടും രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ സമാശ്വാസ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി, അത് ചാനലൈസ് ചെയ്യുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള ഏറെ പ്രിയങ്കരനായ വണ്ടൂർ MLAയും മുൻ മന്ത്രിയുമായ ശ്രീ AP അനിൽകുമാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വിദ്യാഭ്യാസ പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് അവരുടെ വരുമാനത്തിൻ്റെ 5%
ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇതിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായവും ചെല്ലുന്ന മലബാർ ഗോൾഡിൻ്റെ MD ശ്രീ MP അഹമ്മദ് ഇവിടെയുണ്ട്. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ND അപ്പച്ചൻ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഏറെ ബഹുമാന്യനായ നമ്മുടെ മാതൃഭൂമി MD പുത്തുമല ദുരന്തമുണ്ടായപ്പോൾ ഭൂമി നൽകിക്കൊണ്ട് അവരുടെ ഭവന പദ്ധതിക്ക് നേതൃത്വം നൽകിയ നമ്മുടെ പ്രിയങ്കരനായ MV ശ്രേയംസ് കുമാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിഷ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും ഡോക്ടർ ടെസി തോമസിനെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഇദ്രീസിനെ സ്വാഗതം ചെയ്യുന്നു. വിംസിനെ പ്രതികരിച്ച് വന്നിട്ടുള്ള ബഷീറിനെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഗോൾഡ് ഡയറക്ടർ നിഷാദ്, മലബാർ ഗോൾഡ് ഡയറക്ടർ ജലീൽ എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. WMO പ്രിയപ്പെട്ട ഖാദർക്കെ സ്വാഗതം ചെയ്യുന്നു. മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട ബാബുവിനെ സ്വാഗതം ചെയ്യുന്നു. UDF കൺവീനർ പ്രിയപ്പെട്ട PP ആലിയെ സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട ചന്ദ്രികയെ സ്വാഗതം ചെയ്യുന്നു. കൽപ്പറ്റ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട ശിവരാമേട്ടൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഗിരീഷ് ഉൾപ്പെടെ വേദിയിലെ മുഴുവൻ വിശിഷ്ട വ്യക്തികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രിയമുള്ള സഹപ്രവർത്തകന്മാരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. ഏറെ വൈകാരികമായ ഒരു ചടങ്ങാണിത്. ജൂലൈ 30-ാം തീയതി പുലർച്ചെ 1:30 മണിക്ക് കിടന്നുറങ്ങുമ്പോൾ പ്രകൃതിയുടെ വലിയ കലിതുള്ളലിൽ നമുക്ക് നഷ്ടപ്പെട്ടത് 298 മനുഷ്യജീവനുകളാണ്. 25 കിലോമീറ്ററുകൾക്കപ്പുറത്താണ് നമ്മുടെ ഉടയവരുടെയൊക്കെ ഭൗതിക ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ നമ്മൾക്ക് ലഭിച്ചത്. പുത്തുമല ശ്മശാനം നമ്മൾ ഒരുക്കിയപ്പോൾ എല്ലാ മതത്തിൻ്റെയും പ്രാർത്ഥനയോടുകൂടി നമ്മൾ അവരെ അടക്കം ചെയ്തു. നമ്മൾ ഒരുപാട് റീഹാബിലിറ്റേഷൻ്റെ പല പല പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്തു. നമുക്ക് റിലീഫ് ക്യാമ്പുകൾ നമ്മൾ ഒരുക്കി. നമ്മൾ അവർക്കുള്ളതായ റെന്റഡ് വീടുകൾ ഒരുക്കി. ബാക്ക് ടു ഹോം കിറ്റുകൾ നമ്മൾ നൽകി. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പ്രത്യേക നിർദ്ദേശാനുസരണം അവർക്ക് ഫുഡ് കിറ്റുകൾ യഥേഷ്ടം നൽകാനുള്ള നടപടികൾക്ക് നമ്മൾ നേതൃത്വം കൊടുത്തു. വിവിധങ്ങളായ പദ്ധതികൾക്ക് നമ്മൾ നേതൃത്വം കൊടുത്തു. 1 മുതൽ 12-ാം ക്ലാസ് വരെയുള്ളതായ കുട്ടികളെ നമ്മൾ മേപ്പാടിയിലെ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അവരുടെ പഠനം മാറ്റി. ആ സമയം നമ്മൾ നേരിട്ടതായ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലെ സ്റ്റുഡൻസിൻ്റെ പ്രശ്നം എങ്ങനെ മീറ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു. ഒരു ദിവസം മേപ്പാടി മൂപ്പനാട് ചർച്ചിൻ്റെ മുമ്പിൽ നിന്ന് മുട്ടിലേക്ക് പോകുമ്പോൾ ഒരു കുട്ടി ഓടി വന്നുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ PGക്ക് പഠിക്കുന്ന കുട്ടി വളരെയധികം വികാരപരമായി പറഞ്ഞു, പഠനം വീഴാൻ പോവുകയാണ്. 3 കുട്ടികൾ ഓഫീസിൽ വന്നുകൊണ്ട് കരഞ്ഞു. എന്തു ചെയ്യും എന്നറിയില്ല. വീടിന്റെ ഫൗണ്ടേഷൻ ഉൾപ്പെടെ വൈപ്പ് ഓഫ് ചെയ്യപ്പെട്ടതായിരിക്കുന്ന ഷിംറോൺ ആലക്കൽ പഠിക്കുന്നത് അമേരിക്കയിലെ നോർത്ത് വിച്ച് യൂണിവേഴ്സിറ്റിയിലാണ്. ചിലർ യൂറോപ്പിൽ പഠിക്കുന്നു, ചിലർ മറ്റുള്ള യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര പ്രതികരണങ്ങളില്ലാത്ത സമയത്ത് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇതൊരു കാരണവശാലും ശ്രദ്ധിക്കാതെ പോകരുത്, ഗൗരവത്തിൽ അഡ്രസ് ചെയ്യണം, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റിവൈവ് വയനാട് എന്ന് പറയുന്ന നമ്മുടെ ഓഫീസ് സജ്ജമാക്കി. ദുരന്തം നടന്ന് 2-ാമത്തെ ദിവസം പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇവിടെ എത്തി. ദുരന്ത സ്ഥലം അവർ സന്ദർശിച്ചു. റിലീഫ് ക്യാമ്പുകൾ അവർ പോയി. അവർ വിംസ് ആശുപത്രി അവർ സന്ദർശിച്ചു. അവർ വേണ്ടതായ ഇൻസ്ട്രക്ഷൻസ് മുഴുവൻ യഥാസമയം ഞങ്ങൾക്ക് നൽകുന്നുണ്ടായിരുന്നു. ഓരോ പ്രോഗ്രസും അറിയിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും അഭിമാനത്തോടു കൂടി പറയുന്നു, വിദ്യാർത്ഥികളുടെ കാര്യമാണ്. അവർ ചോദിച്ചതായ എല്ലാ കാര്യവും ചോദിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള നടപടികൾ എന്തായി എന്നുള്ളതാണ് ആകുലതയോടുകൂടി പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാ സന്ദർഭത്തിലും ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം.
അവരുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച്, ഇൻസ്ട്രക്ഷൻസിനനുസരിച്ചാണ് നമ്മൾ ഈ പദ്ധതി ഫ്രെയിം ചെയ്ത് മുന്നോട്ട് പോയത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രിയപ്പെട്ട മലബാർ ഗോൾഡിന്റെ ചെയർമാൻ ഇദ്രീസ് ഡോക്ടറുടെ തണലിന്റെ ഇദ്രീസ് ഡോക്ടറുടെ സഹായത്തോടു കൂടി ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ 2 തവണ ഞങ്ങൾ മീറ്റിംഗ് നടത്തി. ഞാൻ അദ്ദേഹത്തോടുള്ള കടപ്പാടും നന്ദിയും ഇവിടെ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു പിൻബലമാണ് 134 കുട്ടികളെ ഇന്ന് വീഴാതെ സൂക്ഷിക്കാനും അവരുടെ അക്കാഡമിക് ട്യൂഷൻ ഫീ, അവരുടെ ഹോസ്റ്റൽ മെസ് ഫീ, അവരുടെ യൂണിഫോം ഫീ, അവരുടെ പ്രോജക്റ്റ് ഫീസ്, അവരുടെ ട്രാവലിംഗ് എക്സ്പെൻസസ്, അവരുടെ പോക്കറ്റ് മണി ഉൾപ്പെടെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് ടോട്ടലായി എന്ത് എക്സ്പെൻഡിച്ചർ വേണോ അത് ടോട്ടൽ മീറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രോജക്റ്റാണ് മലബാർ ഗോൾഡുമായി ചേർന്ന് വിഭാവനം ചെയ്തിട്ടുള്ള ഉയർപ്പ് പദ്ധതി. ഈ പദ്ധതി ഓൾറെഡി വി ഹാവ് സ്പെൻഡ് 64 lakhs of rupees at the needy hours of these students. The project is still going on. The launching ഈ പരിപാടിയുടെ ലോഞ്ചിങ് ആരംഭിക്കുന്നതോടുകൂടി മുണ്ടകയിലും ചൂരൽമലയിലും ഇന്ത്യ രാജ്യത്തിന് അഭിമാനമായി ഒരു കുട്ടിയെപ്പോലും താഴെ വീഴാതെ കാത്തു സൂക്ഷിക്കാൻ പ്രിയങ്ക ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഈ പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് മലബാർ ഗോൾഡിന്റെ പിന്തുണയോടുകൂടി നമുക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനത്തോടുകൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പദ്ധതിയിൽ ഒരു കാര്യം കൂടെ എടുത്തു പറയുന്നു. ഈ പദ്ധതി മാത്രമല്ല, 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന USSന്റെ ട്രെയിനിങ് നമ്മൾ നടത്തുന്നുണ്ട്. 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളുടെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിന്റെ ട്രെയിനിങ് നമ്മൾ നടക്കുന്നു. ആ 2021 കൽപ്പറ്റ അസംബ്ലി മണ്ഡലം 3ാം സ്ഥാനത്തായിരുന്നു, 3rd പ്ലേസിലായിരുന്നു. For the last 3 years we are leading the district. We are the number 1. യാതൊരു തർക്കവുമില്ല. നമ്മൾ നീറ്റിന്റെ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നു. കമ്പൈൻഡ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിന്റെ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ നടത്തുന്നു. വിവിധ പദ്ധതികളുടെ ട്രെയിനിങ് എല്ലാം നടത്തുന്ന ഈ നിയോജക മണ്ഡലത്തിൽ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പരിരക്ഷ കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഏറെ അഭിമാനത്തോടുകൂടി ഈ കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ അവരുടെ പ്ലേസ്മെന്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കാം എന്നുള്ളത് മലബാർ ഗോൾഡിന്റെ ചെയർമാൻ നമുക്ക് പ്രത്യേകം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടികൾ ആരും വെറുതെയാവില്ല. ഇവരാണ് ഭാവിയുടെ വിധാതാക്കൾ, ഇവരാണ് ലീഡേഴ്സ്, ഇവരാണ് ഭാവിയിലെ കരുതൽ, ഇവരാണ് നമുക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. ആ കുട്ടികളെ വീഴാതെ സൂക്ഷിക്കാനുള്ള ഈ വലിയ മുഹൂർത്തം നമ്മെ സംബന്ധിച്ച് ആകുലതകൾക്കിടയിലും വിഷമങ്ങൾക്കിടയിലും ഒരാശ്വാസകരമായ മുഹൂർത്തമാണ്. ഈ മുഹൂർത്തം സമ്മാനിച്ചതായ മുഴുവൻ ആളുകളെയും ഞാൻ അതിന് പരിഹരിക്കാൻ നേതൃത്വം കൊടുത്ത എല്ലാവരെയും, പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയെ, പ്രിയപ്പെട്ട മലബാർ ഗോൾഡിന്റെ ചെയർമാനെ, അവരുടെ ടീമിനെ എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഏറെ സന്തോഷത്തോടുകൂടി പല സമയത്തും ഓരോ കാര്യങ്ങൾ ഞങ്ങളോട് വിളിച്ചു ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ അതിശയമാണ്. ഓരോ കാര്യങ്ങൾ ഇത്രയധികം ശ്രദ്ധിക്കുന്നതായ ഒരു പാർലമെന്റ് അംഗം ഇന്ന് ദിശ മീറ്റിംഗ് കഴിഞ്ഞാണ് പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി വരുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ ഒരു ജില്ലാ ആസ്ഥാനത്തും ഇത്രയധികം നീണ്ടതായ ഒരു ദിശ മീറ്റിംഗ്, 3-3.5 മണിക്കൂർ നീണ്ടതായ ഒരു ദിശ മീറ്റിംഗ് നടന്നിട്ടുണ്ടാവില്ല. ഓരോ പദ്ധതിയും നോക്കി ആസൂത്രണം ചെയ്ത് മാർഗനിർദ്ദേശങ്ങൾ നൽകി ഫോളോ അപ്പ് ആക്ഷൻസിന് നേതൃത്വം കൊടുക്കുന്ന അങ്ങയുടെ സാന്നിധ്യം ഈ ജില്ലയെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമാണ്, ആശ്വാസകരമാണ് എന്നുള്ളത് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഏറെ ഉത്തരവാദിത്വത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഈ ഉയിർപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം, ദ അറൈസ് പദ്ധതിയുടെ ഔപചാരികമായ ലോഞ്ചിങ് നിർവഹിക്കാൻ അഭിമാനത്തോടുകൂടി ആശ്വാസത്തോടുകൂടി നമ്മുടെയൊക്കെ വികാരമായ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലീഡർഷിപ്പായ, നമ്മുടെയൊക്കെ ജീവന്റെ തുടിപ്പായിട്ടുള്ള പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയെ സാദരം ക്ഷണിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. श्री टी सिद्दीक जी, श्री AP अनिल कुमार जी, श्री IC बालकृष्ण जी, श्री अप्पचंद जी, श्री MP अहमद जी, श्री MV श्रेयम्स कुमार जी, श्री TJ आइसैक जी, श्री शमशाद मरक्कर जी, डॉक्टर इद्रीस जी, डॉक्टर टेसी थॉमस जी, and Shri PP Ali ji, all distinguished guests who are assembled on stage, my friends, my sisters and brothers and young children who are here for this function today. പ്രിയങ്കരനായ MLA ശ്രീ ടി സിദ്ദീഖ് ഉൾപ്പെടെ വേദിയിലുള്ള ഏറ്റവും ബഹുമാനരായ വിശിഷ്ട വ്യക്തികളെ, ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ,
I'm very happy to be here amongst you today and to launch the scholarship program which is aptly named Oyariya, which means arise in Malayalam. I hope I pronounced it properly. ഉയർപ്പ്. ഞാൻ ഏറെ സന്തോഷവതിയാണ് ഇന്ന് ഈ ചുരൽമലയിലെ ദുരന്തബാധിതർക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് പ്രോഗ്രാം ഉയർപ്പ് എന്നുള്ള പദ്ധതി ഇവിടെ തുടങ്ങുന്നതിൽ വലിയ സന്തോഷവതി. This has been very generously funded by the Malabar Charitable Trust, and I saw just now I was shown some papers about how the work that they are doing all across India, and I must commend them on the great work they are doing, especially for women and for children. ഈ പദ്ധതിക്കുള്ള പണം കണ്ടെത്തിയിരിക്കുന്നത് മലബാർ ഗോൾസിലൂടെയാണ്. അവർ ഇതിനെ വളരെ ഉദാരമായി ഇതിനെ സമീപിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പണം ഉണ്ടാക്കുകയും ചെയ്തു. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്ത്യ മുഴുവൻ അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള കുറച്ച് വാർത്തകളുമെല്ലാം എനിക്ക് കാണാൻ സാധിച്ചു. When I came here after the landslide, I met many of you. All of us who are here, we saw the devastation, we saw the pain, and we saw the suffering that you went through. ഞാൻ ചൂരൽമലയിലെ ദുരന്തത്തിന് ശേഷം ഇവിടെ എത്തിയപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള പലരെയും തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ആ ദുരന്തത്തിൽ ഉണ്ടായ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടത്തെ സംബന്ധിച്ചും ജീവനോപാധിയും നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ചും നമ്മളെല്ലാവരും നേരിട്ട് കണ്ടവരാണ്. We saw it from the outside. It was you who suffered. It was you who lost loved ones, who lost your livelihoods, who lost families, homes, your school. ഞാൻ അത് പുറത്തുനിന്ന് കണ്ട ഒരാളാണ്. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ നഷ്ടങ്ങൾ, ജീവൻ നഷ്ടപ്പെട്ടതും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായുള്ളവരെ നഷ്ടപ്പെട്ടതും ജീവനോപാധികൾ നഷ്ടപ്പെട്ടത്, വീടുകൾ നഷ്ടപ്പെട്ടത് ഉൾപ്പെടെ എല്ലാം അനുഭവിച്ചവരാണ് നിങ്ങൾ. And we have all watched you since then. We can only imagine the pain that you have gone through. We can only understand from the outside. But the lives that you have had to live without those you love is something that has affected you deeply, and it is something that only you can understand. ഞങ്ങൾ എല്ലാവരും പുറത്തുനിന്ന് അത് കണ്ടു. പക്ഷേ അത് അനുഭവിച്ച നിങ്ങൾക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ആഘാതം മനസ്സിലാവും. ഞങ്ങളെല്ലാവരും സ്നേഹത്തോടു കൂടി തന്നെ അതിന് കൂടെയുണ്ട്, നിങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ അത് അതിജീവിക്കേണ്ടത് നിങ്ങളുടെ തന്നെ കരുത്തിലായിരുന്നു. And we can never presume to give you back what you have lost. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഒരിക്കലും നമുക്ക് തിരിച്ചു തരാൻ കഴിയുന്നതല്ല. That is something you will always carry with you. അത് നിങ്ങൾക്ക് എന്നും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവുന്ന വേദനയാണ്. What we can do is try to make life easier for you in the future. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ ഭാവി ജീവിതം കുറെ കൂടി മെച്ചപ്പെട്ടതാക്കാൻ, എളുപ്പമുള്ളതാക്കാൻ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. And we have tried in these last months. Everybody has tried. All those across political parties, across their ideologies, everybody, even in their own small ways, people who live around you, people in the areas around where you live, everybody has contributed to try to help and support you to rebuild the lives that you lost. ഞങ്ങൾ ഈ ദുരന്തത്തിന് ശേഷം എല്ലാവരും, എല്ലാ ആശയങ്ങളിൽപ്പെട്ടവരും, രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും, സമൂഹത്തിൽപ്പെട്ടവരും, നിങ്ങൾക്ക് തൊട്ട് അടുത്തുള്ള നിങ്ങളുടെ അയൽവാസികൾ ഉൾപ്പെടെ നിങ്ങൾക്ക് ആ ദുരന്തത്തിൽ നിന്ന് മുന്നോട്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ചെറുതാണെങ്കിലും ആ പ്രവർത്തനങ്ങളെല്ലാം വലിയ രീതിയിൽ നടന്നിട്ടുണ്ട്. അത് നമുക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള ഊർജ്ജമാണ്. People across the country extended their support and help to you. But most importantly, what we here in Wayanad saw was your spirit, your strength, your bravery and courage despite everything that you went through. നിങ്ങളുടെ ഈ രാജ്യത്തുള്ള മുഴുവൻ ആൾക്കാരും ആ ദുരന്തത്തിൽ നമ്മളോട് ഐക്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ അത് അതിജീവിച്ച നിങ്ങളുടെ കരുത്തും നിങ്ങളുടെ ഊർജ്ജവും അതുപോലെ തന്നെ നിങ്ങളുടെ നിശ്ചയദാർഢ്യവുമെല്ലാം ഞങ്ങളെ കൂടുതലായിട്ട് ഞങ്ങൾക്ക് പ്രചോദനമായത്. And we saw how everybody here put in whatever they could, did whatever they could to help and to stand by you. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ എല്ലാ പരമാവധി ചെയ്തുകൊണ്ട്, എല്ലാ ശ്രമവും ഉപയോഗിച്ചുകൊണ്ട് ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി, കരകയറുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. But what was very worrisome was to see how many children had lost their families, lost their parents, and were left more or less on their own after the tragedy. ഏറ്റവും ദുഃഖകരമായിട്ട് ആ ദുരന്തത്തിൽ കണ്ടത് എത്രമാത്രം കുട്ടികൾക്കാണ്
അവരുടെ കുടുംബം, അവരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാവരെയും നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു. അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള എല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിഞ്ഞു. In many instances, students who are studying outside, in colleges outside of here, survived, but they lost their entire families. ചില സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥികൾ പുറത്ത് പഠിച്ചിരുന്ന കുട്ടികൾ, ഈ വയനാട്ടിൽ നിന്ന് പുറത്ത് പഠിച്ചിരുന്ന കുട്ടികൾക്ക് അവരിതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ അവരുടെ കുടുംബം മുഴുവൻ ഇതിനകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. And in such circumstances, we were all very concerned about how they will be able to continue their education. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും ചിന്തയും നമ്മുടെ ആശങ്കയും ആ കുട്ടികൾ എങ്ങനെയാണ് അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ്. Amongst us in the UDF, we took a decision that we will try our best to see that all of you can continue with your education. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ UDFന്റെ ഭാഗമായിട്ട് നിന്ന് ചിന്തിച്ചത് ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും, ആ കുട്ടികൾക്ക് എല്ലാവർക്കും അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ സഹായിക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു. And I am proud to say that Siddique ji established a dedicated office focused on educational rehabilitation. അത് എനിക്ക് വലിയ അഭിമാനത്തോടു കൂടി ഞാൻ പറയാൻ സാധിക്കും. നമ്മുടെ MLA ശ്രീ ടി സിദ്ദീഖ് ആ കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയിട്ട് സഹായം എത്തിക്കാൻ വേണ്ടി ഒരു പൂർണ്ണമായി അതിനുവേണ്ടിയായിട്ടൊരു ഓഫീസ് സംവിധാനം ഉൾപ്പെടെ പ്രവർത്തന സജ്ജമാക്കി എന്നുള്ളത്. Under MLA Cares project, he not only raised funds for the students but proactively negotiated with colleges to provide generous fee waivers for them. അദ്ദേഹത്തിൻ്റെ MLA കേസ് എന്ന പദ്ധതിയിലൂടെ അദ്ദേഹം കുട്ടികൾക്കുള്ള പഠനത്തിന് വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തിയെന്ന് മാത്രമല്ല, ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മറ്റുള്ളവരുമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു റീകൺസിലിയേഷൻ കൂടി, അല്ലെങ്കിൽ അവരുടെ ഒരു സമവായം ഉണ്ടാക്കുന്നതിൻ്റെ പ്രവർത്തനം കൂടി അദ്ദേഹം നടത്തിയിരുന്നു. I am very happy to know that 121 students from Wayanad are currently studying at Nish Kanyakumari. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കന്യാകുമാരിയിലെ നിഷ് എന്ന് പറയുന്ന കുടുംബ സ്ഥാപനത്തിൽ വയനാട്ടിലെ 121 കുട്ടികൾ ഇന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ളത്. And I would like to thank Nish Kanyakumari from my heart for the generous scholarship that they are giving. They are going to give the students a full scholarship, hostel and mess fee waiver. ആ നിഷ് എന്ന് പറയുന്ന കന്യാകുമാരിയിലെ സ്ഥാപനത്തിൻ്റെ അധികാരികളോട് എനിക്ക് വലിയ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദിയുണ്ട്. അവരുടെ പഠനത്തിൻ്റെ ചെലവ്, അവരുടെ സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ അവരുടെ ഹോസ്റ്റൽ ഫീ, മെസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ ഉദാരമായ സമീപനം അവർ എടുത്തു എന്നുള്ളതിൽ. I'd also like to express my gratitude to Yenapoya University in Karnataka that is funding 4 students from Wayanad. എനിക്ക് കർണാടകത്തിലെ യെലപ്പോയ യൂണിവേഴ്സിറ്റി അവർ 4 വിദ്യാർത്ഥികളെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അവരോടും എനിക്ക് വലിയ നന്ദിയുണ്ട്. I would like to congratulate Advocate T. Siddique ji for his novel initiatives like the Spark to train youth for competitive examinations, particularly from marginalized communities. നമ്മുടെ ഏറ്റവും അരികുവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട MLA ശ്രീ സിദ്ദീഖ് പോകുന്നതിൽ എനിക്ക് വലിയ അഭിമാനവും സന്തോഷവുമുണ്ട്. And I very much appreciate the decision to provide 20% reservations for tribal students in the coaching program. ഈ ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് 30% സംവരണം അതിൽ കൊടുക്കുന്നു എന്നുള്ളതും വലിയ രീതിയിൽ അഭിമാനം നൽകുന്ന ഒന്നാണ്. I am happy to congratulate the Malabar Gold Foundation for distributing rupees 62 lakhs until now and for their proposal to fund college fees to the tune of rupees 2 crores till the students finish their education. മലബാർ ഗോൾഡ് ഏകദേശം 51 ലക്ഷം രൂപയോളം ഇതിനു വേണ്ടി ചെലവാക്കിയിരിക്കുന്നുള്ളതും 2 കോടി രൂപ വരെയുള്ള പദ്ധതികൾ ഈ കുട്ടികൾക്ക് പഠനത്തിനുള്ള സഹായത്തിന് വേണ്ടി നൽകുവാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതിനും മലബാർ ഗോൾഡിനോട് എനിക്ക് വലിയ സന്തോഷവും നന്ദിയുമുണ്ട്. Thank you for being present here today. I would also like to thank the VC of Nish Kanyakumari and Yenapoya University who are also apparently present here today. ഇന്ന് ഇവിടെ എത്തിയതിൽ എനിക്ക് അവരോട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ കന്യാകുമാരി നിഷ് കോളേജിനും കർണാടകയിലെ യെലപ്പോയ കോളേജിനും അധികാരികളും ഇവിടെ എത്തിയതിൽ എനിക്ക് അവരോട് നന്ദിയുണ്ട്. It's very heartening to see many people put in their best efforts and put in whatever support they can to build your futures.
ഇവിടെ എല്ലാവരും അവരാൽ കഴിയുന്നത് ചെയ്യുന്നു, അവരായിട്ട് കഴിയുന്നുള്ള ശ്രമം ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളത് വലിയ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കാഴ്ചയാണ്. But ultimately it is you and the work you put in, when you get the scholarships, the effort you put in, that will establish what the rest of your life is going to be like. പക്ഷേ ഇന്ന് നിങ്ങൾ ഇതിനകത്തുള്ള സ്കോളർഷിപ്പ് ലഭിച്ചു കഴിയുമ്പോൾ, നിങ്ങൾക്ക് വിദ്യാഭ്യാസം നേടുമ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ഇടുന്ന ശ്രമം അതിൽ വിജയിക്കുന്നത് കാണുമ്പോഴാണ് ഇതിന് പൂർണ്ണമായ അർത്ഥമായി മാറുന്നത്. You have been heroic in the dignity with which you have faced what has happened to you. You have been heroic. നിങ്ങൾക്ക് ഈ ദുരന്തത്തെ നിങ്ങൾ അതിജീവിച്ചത് വലിയ രീതിയിൽ ഒരു വീരപരിവേഷത്തോടു കൂടിയാണ് വയനാട് അതിനെ അതിജീവിച്ചത്. നിങ്ങൾ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു. I don't know if that was a correct translation. Yeah, it was. I was saying that you have shown a lot of courage, you have shown a lot of strength and bravery. And sometimes it must be tiring for you to have to continue to be courageous and continue to be brave after everything that has happened to you in your life, and as you see your lives ahead of you. നിങ്ങൾ വലിയ കരുത്തും അതുപോലെ തന്നെ നിങ്ങൾ വലിയ ധൈര്യവുമാണ് നിങ്ങൾ പ്രകടിപ്പിച്ചത് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് അതിജീവിക്കുന്നതിന് വേണ്ടി. അത് മുന്നോട്ടും നിങ്ങൾ ആ കരുത്തും ഊർജ്ജത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ ദൂരെയുള്ള പ്രത്യാശയുടെ വെളിച്ചം കാണുന്നതുവരെ നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്നു. So I want to tell you that we are all here to support you. We are all here to help you step by step in rebuilding your lives and in building a better future for yourselves. എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇവിടെയുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ജീവിതം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിങ്ങളോടൊപ്പമുണ്ട്. And I wish you all the very best as you go ahead into this life, of your education, and into the new universities and colleges that you will join. And I hope that these scholarships will help you to stand up on your own feet and to do all you can to build good lives for yourselves. നിങ്ങൾ പുതിയ സർവകലാശാലകളിലേക്ക് പോകുമ്പോൾ, നിങ്ങൾ പുതിയ പഠനത്തിൻ്റെ മേഖലയിലേക്ക് പോകുമ്പോൾ അത് വലിയ രീതിയിൽ ഉള്ള ഒരു പ്രചോദനമാകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ജീവിതം കരുപിടിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കത് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷമുണ്ടാകുന്നതാണ്. അതിന് നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. Thank you. നന്ദി. ഏറെ ബഹുമാന്യനായ ഈ പദ്ധതി സാക്ഷാത്കരിക്കാൻ ഒരു വർഷം 2 കോടി അധികം രൂപ വരുന്നതായ ഈ വലിയ ബാധ്യത നമുക്ക് പിൻബലം നൽകിയ മലബാർ ഗോൾഡിന്റെ ആദരണീയനായ ചെയർമാൻ, രാജ്യമൊട്ടുക്കും 500 കോടിയോളം വരുന്നതായ CSR ഫണ്ട് നിലവിൽ ചെലവഴിച്ചു കഴിഞ്ഞതായ ഒരു വലിയ പ്രസ്ഥാനം, അദ്ദേഹത്തെ ആദരപൂർവം ഇതിൻ്റെ മുഖ്യ അതിഥിയായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെയൊക്കെ MP-യും രാജ്യത്തിലെ ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന, സ്നേഹിക്കുന്ന പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധിക്ക് ആദ്യമേ എൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഈ ഒരു പരിപാടി ഇവിടെ വരാനും അത് പങ്കെടുക്കാൻ സാധിച്ചത്, ഈ ഒരു പരിപാടി ഞങ്ങളുടെ ഇതിലേക്ക് വിളിച്ചു ചേർത്തു MLA T. സിദ്ദീഖ്. അദ്ദേഹം പറഞ്ഞു ഇത്രയും വലിയൊരു പ്രയാസമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ വീട് നിർമ്മാണത്തിനാണ് ഉദ്ദേശിച്ചത്, അല്ല ഇത് ഇമ്മീഡിയറ്റ് കൊടുക്കേണ്ടതാണ്, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു എത്രത്തോളം ഉണ്ടാകും. എല്ലാവരോടും ഞങ്ങൾ സംസാരിച്ച് വലിയൊരു എമൗണ്ട് ഉണ്ട്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്തും സംസാരിച്ച് പകുതി പണം ആക്കിയാൽ നിങ്ങൾ സഹായിക്കുമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും പകുതി ആക്കിയാൽ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഡോക്ടർ ഇദ്രീസും സിദ്ദീഖും എല്ലാം ചേർന്നു ഇവിടെ വന്നു. വളരെയധികം പഠിച്ചു. ഡോക്ടർ സിദ്ദീഖ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ ഇദ്രീസ് പറഞ്ഞു, ഇതൊരു വലിയ കാര്യമാണ് അഹമ്മദ് ഖാൻ, നമുക്കിത് ചെയ്യണം, ഇതെങ്ങനെ ചെയ്യും? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളൊരു CSR ഫണ്ടുണ്ട്, ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുള്ളൂ, ദരിദ്രരിൽ അതിദരിദ്രർക്കേ കൊടുക്കുള്ളൂ, അത് ഞങ്ങളുടെ തീരുമാനമാണ്. അതും എവിടെ നിന്നാണോ ഉണ്ടാക്കിയത് അവിടെ തിരിച്ചു കൊടുക്കണം. വയനാട്ടിൽ നിന്ന് ഞങ്ങൾ വലുതായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, അതിനേക്കാൾ എത്ര അധികം വയനാട് കൊടുക്കുന്നുണ്ട്. പറഞ്ഞത് നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തു നിന്നൊക്കെ ഉണ്ടാക്കാം, വാങ്ങിക്കാം. അങ്ങനെ ഞങ്ങളെ ബോർഡിലൊക്കെ ചർച്ച ചെയ്തു, ബോർഡ് തീരുമാനമെടുത്തു അംഗീകരിക്കാൻ
പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റ് ഞങ്ങൾ ഏറ്റെടുത്തത്. ദൈവാനുഗ്രഹത്താൽ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതിന് എല്ലാവരോടും ഞങ്ങളിതിന് ക്ഷണിച്ചത് ഇതുവരെ റൈറ്റാണ്. ഇങ്ങനെ പ്രയാസം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, അത്രയും വലിയൊരു ലാൻഡ് സ്ലൈഡ് ആ സമയത്ത് എല്ലാവരും ടി വിക്ക് മുന്നിലാണ്, എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരിട്ട് വന്ന് കാണുന്നതിനേക്കാൾ കൂടുതൽ ടി വിയിൽ കൂടി ആൾക്കാരൊക്കെ കാണുകയാണ് കാര്യങ്ങൾ, അവരുടെ പ്രയാസവും ബുദ്ധിമുട്ടും. ഇവരെ രക്ഷപ്പെട്ടത് പഠിക്കാൻ പല ഹോസ്റ്റലിലൊക്കെ ദൂരമായതുകൊണ്ടാണ്. ഇവരും നാട്ടിലും വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇവർ രക്ഷപ്പെടാൻ പ്രയാസമായിരിക്കും പലരും. അങ്ങനെ വളരെ അർഹതപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് ഈ കുട്ടികൾക്ക് സഹായിക്കേണ്ടതായിട്ടുണ്ട് എന്ന പൂർണ്ണ ബോധമാണ് ഞങ്ങളെ ഇതിലേക്ക് നയിച്ചത്. ഇതിന് അവസരം തന്ന എല്ലാവരോടും പറയുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഈ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ താരങ്ങളാണ്, നിങ്ങൾ വളരെ പ്രശസ്തരാണ്, നിങ്ങളാണ് ഇനി കഴിവുള്ളവർ. നിങ്ങൾക്കൊരുപാട് ഒരു വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ചവരാണ്. ഇനി നിങ്ങൾക്ക് എന്തും അഭിമുഖീകരിക്കാനുള്ള മനക്കരുത്തും ശക്തിയും ഉണ്ടാവും. അത് ഉപയോഗിച്ചുകൊണ്ട് നന്നായി പഠിച്ചുകൊണ്ട് ലോകത്തിന് മാതൃകയാകുന്ന ആൾക്കാരായി കഴിവുള്ളവരായി നിങ്ങളൊക്കെ വളരട്ടെ എന്ന് ഞാൻ മനസ്സാ വാച പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം നിങ്ങളുടെ കഴിവ്, നിങ്ങൾ അത്രയും മാനസികമായ പ്രയാസം, ഇനി ഇതിലപ്പുറമുള്ളൊരു പ്രയാസമില്ല. ഉറ്റവരെ നഷ്ടപ്പെട്ടു, വീടുകൾ നഷ്ടപ്പെട്ടു, അവരുടെ സ്വന്തം നാട് തന്നെ ഇല്ലാതായി, അത്രയും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ച് അതിൽ നിന്ന് വീണ്ടും നിങ്ങൾ ഉണർന്ന് എഴുന്നേറ്റ് വന്ന് വീണ്ടും ഒരു വലിയൊരു സംഭവത്തിലേക്ക് പോകാൻ ഞങ്ങളെപ്പോലൊക്കെ ഞങ്ങളെ കടമ ഞങ്ങൾ നിർവഹിക്കുന്നു. നിങ്ങൾ ആ റൈറ്റ് ഞങ്ങൾ തരുന്നു എന്നും അതിലാരും ഔദാര്യമല്ല. ഇതുകൊണ്ട് നിങ്ങൾ ഭാവിയിൽ ഏറ്റവും ഉന്നതിയിലുള്ളവരായി ഉയർന്ന സ്ഥാനങ്ങളിലെത്തുന്നവരായി. ഇതിൽ 134 പേരിൽ പല രീതിയിലും പഠിക്കുന്നവരുണ്ട്. 134 അവർക്ക് മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്നവരുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്നവർക്ക് ആസ്റ്റർ മിംസ് ബഷീർ ഇവിടെ ഉണ്ട്. മിംസ് തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ഒരുപാട് സൗകര്യങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു. മറ്റ് എൻജിനീയറിങ്ങിന് പഠിക്കുന്നുണ്ട്. ബാക്കി മറ്റു പല കോഴ്സുകൾക്കും പഠിക്കുന്നുണ്ട്. മലബാർ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന താല്പര്യമുള്ളവർക്ക് സെയിൽസ് മുതൽ മേലോട്ട് ഏതിനൊക്കെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മാനുഫാക്ചറിങ് ഉണ്ട്. ഞങ്ങളതൊരു ഒരുപാട് ഏരിയകളുണ്ട്. ടോപ്പ് മാനേജ്മെൻറ്റ് വരെ വരാനുള്ള സാധ്യതയുള്ള ആളുകളുണ്ട്. CA പഠിക്കുന്നവരുണ്ടാവാം, CA ഉണ്ട്. പല രീതിയിലും എഡ്യൂക്കേഷൻ കഴിഞ്ഞവർക്ക് റീപ്ലേസ്മെൻറ്റ് എങ്ങനെ കൊടുക്കാൻ പറ്റും, അവർക്ക് ജോലി അവർ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോലി, അല്ലെ പഠിക്കാൻ വീണ്ടും ജോലി കയറിക്കൊണ്ട് എങ്ങനെ പഠിക്കാം, ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ പരിശ്രമിക്കും. അവർക്കുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കും. ഫിനിഷിംഗ് സ്കൂൾ, ഞങ്ങളടുത്തൊരു നല്ല ഫിനിഷിംഗ് സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ വന്നുകൊണ്ട് അവർക്ക് ഭാവിയിൽ ഏതൊക്കെ ജോലിയാണ് ഏറ്റവും ബെറ്റർ എന്ന റെക്കമെൻഡേഷൻസ്, പ്ലേസ്മെൻറ്റ് കൺസൾട്ടൻസി ചെയ്യാമെന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ലാഭത്തിൻ്റെ 5% മാറ്റി വെച്ചുകൊണ്ട് അതാത് പ്രദേശങ്ങളിൽ എവിടെ നിന്നാണോ ഏൺ ചെയ്യുന്നത് അവിടെ തിരിച്ചു കൊടുത്തുകൊണ്ട് 13 രാജ്യങ്ങളിലായി ഏതാണ്ട് 390ഓളം ഷോറൂമുകളും ഏതാണ്ട് 10-25,000 ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനമാണ്. ഞങ്ങളൊരു ടീമാണ്. ഞങ്ങളൊരു ഓണേഴ്സും മാനേജ്മെൻറ്റും ഒക്കെ എല്ലാ എംപ്ലോയീസും ഞങ്ങൾ പാർട്ട് ഓഫ് ദ മാനേജ്മെൻറ്റാണ്. നോ മുതലാളി നോ തൊഴിലാളി, തൊഴിലാളി മുതലാളി അല്ല, ഇൻവെസ്റ്റേഴ്സും മാനേജ്മെൻറ്റുമാണ്. ഇൻവെസ്റ്റേഴ്സുണ്ട് ഒരുപാട്, 1-2,000 പേര് ഇൻവെസ്റ്റേഴ്സുണ്ട് പല സ്ഥലങ്ങളിലായിട്ടില്ല. അതിൽ 20% ആൾക്കാർ ജോലി ചെയ്യുന്ന ആൾക്കാർ. മലബാർ ഗ്രൂപ്പ് ഒരു പ്രത്യേക രീതിയിൽ വളരെ സംഘടിതമായിട്ട് ഇന്ത്യയിൽ തന്നെ 20 സ്റ്റേറ്റിലുണ്ട്. അംഗർഫി വേൾഡിൽ കൂടി ഞങ്ങൾ ഇന്ത്യയിൽ ഏതാണ്ട് 60,000 പേർക്ക് ഡെയിലി ഭക്ഷണം കൊടുക്കുന്നു. ആഫ്രിക്കയിൽ 10,000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അംഗർഫി വേൾഡ് വർക്ക് ചെയ്യുന്നു. അതുപോലെ മൈക്രോ ലേണിംഗ് സെൻറ്റർ ഡോക്ടർ ഇദ്രീസിൻ്റെ നേതൃത്വത്തിൽ മൈക്രോ ലേണിംഗ് സെൻറ്ററും അംഗർഫി വേൾഡും ഒരുപാട് രോഗികൾക്കും, അതുപോലെ ഗ്രാൻഡ്മാ ഹോം, തീരെ വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ചവർക്കുള്ളവർ ഗ്രാൻഡ്മാ ഹോം, അത്തരം ഒരു ഹോം ഇവിടെയും വരുന്നുണ്ട്. വയനാട് കൽപ്പറ്റയിൽ ഞങ്ങളതിൻ്റെ പണി നടന്നു. രാവിലെ തന്നെ ആദ്യം വന്നപ്പോൾ ആ ഹോമിൻ്റെ വർക്ക്, സ്ത്രീകൾ അമ്മമാരെ താമസിക്കുന്ന ആ വീടിൻ്റെ വർക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത്. അത്തരം ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്ന് വേണ്ട ചെന്നൈ, പല സ്റ്റേറ്റുകളിലും പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങളുടെ വ്യാപിച്ച് കിടക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങളെപ്പോലത്തെ ഒരുപാട് കസ്റ്റമേഴ്സ്, ഒരുപാട് ഉപഭോക്താക്കൾ, അവരൊക്കെയുള്ള ഹെൽപ്പാണ്, അല്ലെങ്കിൽ അവരൊക്കെയുള്ള നല്ല മനസ്സാണ്. ഞങ്ങൾ കൃത്യമായിട്ട് 998 ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി ലാഭത്തിൻ്റെ 5% മാറ്റിവെക്കാൻ തീരുമാനിച്ചു. ഓരോ വർഷവും ഈ അടുത്ത വർഷത്തേക്ക് 123 കോടി റുപ്യ ഞങ്ങൾ ബജറ്റ് ഇരിക്കുകയാണ്. ഓരോ ബജറ്റ് ഇരുത്തി ആർക്കാണോ ദരിദ്രരിൽ അതിദരിദ്രർക്കാണ് കൊടുക്കുള്ളൂ.
ആർക്കും അതിൽ കൂടുതൽ. ഇപ്പോൾ കേരളത്തിലൊക്കെ പറഞ്ഞാൽ വളരെ അത്ര ദാരിദ്ര്യമില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ ഉറുതുണിക്ക് മറുതുണി ഇല്ലാതെ വിശന്ന് ഉറങ്ങുന്ന ഒരുപാട് ആൾക്കാർ ബീഹാർ, ബംഗാൾ, ജാർഖണ്ഡ്, നോർത്ത് ഇന്ത്യയിൽ ഒരുപാടുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ പ്രയാസപ്പെടുന്നവരുണ്ട്. ആദ്യം അവരെ പരിഗണിക്കാതെ നഗരങ്ങളിൽ തന്നെ ഒരുപാട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്നവർ. ഞങ്ങൾ കൽക്കത്തയിലും ബോംബെയിലും ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെ തന്നെ ഒരുപാട് ഭക്ഷണം കൊടുക്കുക. അതെന്ന് വെച്ചാൽ അത്രയും പ്രയാസമുള്ള ആൾക്കാർക്ക് ആദ്യം പരിഗണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് ഡെയിലി വരും. അധികം ഞങ്ങൾ പറയും, നിങ്ങൾ പ്രാദേശികമായിട്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്തി. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസപ്പെട്ടവർക്ക് പോകണം. ഈ ഒരു പെർസെൻറ്റേജ് അല്ലാതെ ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് ചെയ്യാനും സാധിക്കില്ല. ഇത് തന്നെ വലിയൊരു എമൗണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനകൾ വലിയ ദൈവം സ്വീകരിക്കുമെന്ന് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയാണ്, ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ തന്നെയാണ് ഞങ്ങളിത് സംസാരിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്നും അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും പരസ്പരം സ്നേഹിക്കാം, കഴിയുന്നത്ര സഹായിക്കാം, ഒന്ന് പുഞ്ചിരിക്കാം. ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല, പുഞ്ചിരി കൊടുക്കാൻ പറ്റും. അത്രയും പുഞ്ചിരി കൊടുത്തുകൊണ്ട് നമ്മുടെ ഒരു നല്ല മനസ്സും സ്നേഹവും, വേറെ ഒന്നും വേണ്ട, നല്ലൊരു മനസ്സും സ്നേഹവും എല്ലാവർക്കും കൊടുക്കുക. എല്ലാവരും നന്നാവട്ടെ, എല്ലാവരും ബെറ്റർ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഒരിക്കൽ കൂടി നമ്മുടെ MLA അനിൽകുമാർ, ശ്രീ സിദ്ദീഖ്, ശേഷ് കുമാർ, അതുപോലെ ബഷീർ, ഒരുപാട് ഇദ്രീസ് ഡോക്ടർ, ഇവിടുത്തെ കാതർക്ക്, ഇവിടെ ഒരുപാടുള്ള ആൾക്കാർ, എനിക്ക് പരിചയമില്ലാത്തതുമായ ഒരുപാട് ആൾക്കാരുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ ഉണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. വളരെ മനോഹരമായ സംസാരത്തിനും വാക്കുകൾക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി സംസാരിക്കാൻ ചെറിയ വാക്കുകളിൽ കൂടെ സംസാരിച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ലോഞ്ചിങ്ങിലേക്ക് പ്രിയങ്ക ഗാന്ധി പോകും. പ്രിയപ്പെട്ട MP ശ്രേയംസ് കുമാർ നമ്മുടെ കൽപ്പറ്റയിലെ MLA ആയിരുന്നു, നമ്മുടെ രാജ്യസഭാ MP ആയിരുന്നു, മാതൃഭൂമി ദിനപത്രത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. നമ്മുടെ സമൂഹവുമായി എല്ലാ രീതിയിലും കണക്ട് ചെയ്യപ്പെട്ട ഒരു വ്യക്തിത്വം. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യായ വയനാട് MP പ്രിയങ്ക ഗാന്ധിജി, അഹമ്മദ് ഖാ, വേദിയിൽ സന്നിധായിട്ടുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ നന്മ നിറഞ്ഞൊരു ചടങ്ങാണിത്. ഏകദേശം 134 കുട്ടികൾക്ക് അവരുടെ ഭാവി എന്താവുമെന്നുള്ള ആശങ്ക അകറ്റിക്കൊണ്ട് സിദ്ദിഖിൻ്റെ നേതൃത്വത്തിൽ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് അവരുടെ ആശങ്ക അകറ്റുവാനും അവർക്ക് പ്രതീക്ഷ നൽകുവാനും അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കൾക്ക് വലിയ ആശ്വാസം നൽകാനും ഈ ഒരു കാര്യം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ആവശ്യമാണ്. കാരണം എല്ലാം ഗവൺമെൻറ് ചെയ്യുന്നതെന്ന് നോക്കുന്ന കാര്യമില്ല. ഇപ്പം മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ധാരാളം പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കുന്ന സമയം വളരെ വൈകി. I would like to mention when Puttumala disaster happened, the entire place was washed off. So there was no land available for rehabilitation. So I told the government that my organization will buy the land and give it to the government, and we bought 7 acres of land. And Ahmad Khan played a big role in creating infrastructure. I think he spent about 80 lakhs or 1 crore. 16 houses plus drinking water. So every project, as he said, he's spending disproportionate to what he's earning from Wayanad, but Wayanad needs a lot of help. This is a backward district, and Wayanad needs help from people like Ahmed. So every project we come out with, he is always there to help Wayanad, and I should thank Mr. MP Ahmed as a person who was born and brought up in Wayanad, and we thank you on behalf of people of Wayanad for doing this great gesture. And Siddiq MLA, you've done a fantastic job by coordinating and talking to the colleges. Then everyone English and ensuring that 50% subvention was there for their fees, and the rest is provided by Malabar Foundation.
And I'll also promise one thing, like when Mr. Ahmed was talking to me 2 days back, he was saying that it's not just the education, but the placement is also in his mind. As an organization, I can also pitch in there. There are certain areas where we need people like journalists, people for marketing, engineering, social media, and programmers. And if you can send a list if possible, I'll also try to provide some employment to the... ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഇത് വിദ്യാഭ്യാസം മാത്രം ശേഷം തൊഴിലവസരം കൂടി കുട്ടികൾക്ക് നൽകാനുള്ള പദ്ധതിയാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ സ്ഥാപനത്തിൽ ചില മേഖലകളിൽ എനിക്ക് സഹായിക്കാൻ വേണ്ടി സാധിക്കും. അത് ജേർണലിസം ആണെങ്കിലും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മീഡിയ, റേഡിയോ, ടെലിവിഷൻ, എൻജിനീയറിംഗ്, മാർക്കറ്റിംഗ്, സർക്കുലേഷൻ, പരസ്യം, ഈ വിഭാഗങ്ങളിൽ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ അപേക്ഷിച്ചാൽ തീർച്ചയായിട്ടും പരിഗണിച്ച് കുറച്ച് പേർക്കും ജോലി നൽകാൻ സാധിക്കുമെന്ന് ഞാൻ തീർച്ചയായിട്ടും ആലോചിക്കും. ഒരു വയനാടുകാരൻ നിലയ്ക്ക് അത്രയെങ്കിലും ചെയ്യാൻ ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ്. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിന് ഞാൻ സിദ്ദിഖിനും അതുപോലെ തന്നെ സംഘാടകരോടും നന്ദി പറയുകയാണ്. എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഈ പദ്ധതി തുടർ വർഷങ്ങളിൽ പുതിയ കുട്ടികൾ വരുമ്പോൾ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതായ ഒരു റിക്വസ്റ്റ് മുണ്ടകൈ ചൂരൽമലയിലെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ അവിടെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട അഹമ്മദിന്റെ മുമ്പിൽ നമ്മളത് വെക്കുന്നുണ്ട്. തീർച്ചയായും പോസിറ്റീവായി പരിഗണിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയാണ്. ചില ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും നമ്മൾ ലോഞ്ചിങ്ങിലേക്ക് പോവുകയാണ്. നമ്മുടെ ലോഞ്ചിങ്ങിന് ശേഷം നമ്മുടെ അഗ്നി മിസൈലിൻ്റെ വിങ്ങിൻ്റെ ഡയറക്ടറായിരുന്ന, ശാസ്ത്രലോകത്തെ പ്രതിഭയായിരുന്ന APJ അബ്ദുൽ കലാം, ഇന്ത്യ കണ്ട പ്രശസ്തനായ സയൻറ്റിസ്റ്റ് കൈപിടിച്ചുയർത്തിയ ഡോക്ടർ ടെസി തോമസ് അതിനുശേഷം സംസാരിക്കും. നമ്മുടെ ലോഞ്ചിങ്ങിലേക്ക് പോവുകയാണ്. ഈ പദ്ധതിയുടെ ഔപചാരികമായ ലോഞ്ചിങ് നിർവഹിക്കാൻ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയെ ആദരപൂർവ്വം ക്ഷണിക്കുക.